നിങ്ങളുടെ മുഖം ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കാൾ കൂടുതൽ കറുത്തതായി തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് നെറ്റി, കവിളുകൾ, മൂക്കിന് ചുറ്റും, ചുണ്ടിന് ചുറ്റും നിറവ്യത്യാസം തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാകുന്നത്? ഇതെങ്ങനെ കുറയ്ക്കാം? ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം. അൺഈവൻ സ്കിൻ ടോൺ എന്നത് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ നിറം കാണാതെ ചില ഭാഗങ്ങൾ കൂടുതൽ ഇരുണ്ടതായോ പാടുകളായോ കാണുന്ന അവസ്ഥയാണ്. ഇത് വെറും നിറത്തിന്റെ പ്രശ്നമല്ല. സ്കിന്നിൽ മെലാനിൻ കൂടുതൽ ഉത്പാദിക്കപ്പെടുന്നതിനോ ചില ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ആവർത്തിക്കുന്നതിനോ പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാവാം. ആദ്യത്തെ കാരണം സൺ എക്സ്പോഷറാണ്. നെറ്റി, കവിളുകൾ, മൂക്കിന്റെ മുകൾ ഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് കൂടുതലായി പതിക്കും. UV റേസ് മാത്രമല്ല, വിസിബിൾ ലൈറ്റും മെലാസ്മ, ഡാർക്ക് സ്പോട്ട്സ് തുടങ്ങിയ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ കൂടുതൽ പ്രകടമാക്കാം. അതുകൊണ്ട് ചികിത്സ ചെയ്യുന്ന സമയത്തും സൺ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ സ്കിൻ ടോൺ വീണ്ടും അൺഈവൻ ആകാം. രണ്ടാമത്തെ കാരണം സ്കിന്നിൽ ആവർത്തിക്കുന്ന ഇറിറ്റേഷനാണ്. മുഖം ശക്തമായി സ്ക്രബ് ചെയ്യുക, ദിവസേന ഫേസ് പാക്ക് ഉപയോഗിക്കുക, നാരങ്ങയോ ബേക്കിംഗ് സോഡയോ നേരിട്ട് പുരട്ടുക, ടവൽ കൊണ്ട് മുഖം അമർത്തി തുടയ്ക്കുക, ഇവ സ്കിൻ ബാരിനെ ഇറിറ്റേറ്റ് ചെയ്യാം. ഈ ഇൻഫ്ലമേഷൻ മാറുമ്പോൾ ആ ഭാഗത്ത് മെലനിൻ കൂടുതലായിട്ടുണ്ടാകാം. ഇതിനെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് പറയുന്നത്. മൂന്നാമത്തെ കാരണം മുഖക്കുരു, എക്സിമ അല്ലെങ്കിൽ അലർജി. മുഖക്കുരു ഞെക്കുക, ചൊറിച്ചിലുള്ള ഭാഗം വീണ്ടും വീണ്ടും ഉരയ്ക്കുക, കോസ്മെറ്റിക് അലർജി ചികിത്സിക്കാതെ വിടുക, ഇത് കാരണം ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ തന്നെ നിൽക്കാം. അതുകൊണ്ട് പാടുകൾ മാത്രം ചികിത്സിച്ചാൽ മതിയാവില്ല. പുതിയതായി വരുന്ന ഇൻഫ്ലമേഷൻസ് നിയന്ത്രിക്കുക തന്നെ വേണം. നാലാമത്തെ കാരണം ഹോർമോണൽ ചേഞ്ചസ് ആണ്. പ്രഗ്നൻസി, PCOS, തൈറോയിഡ്, ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം മെലാസ്മ അല്ലെങ്കിൽ മുഖത്തെ പിഗ്മെന്റേഷൻ കൂടാം. പ്രത്യേകിച്ച് ഇരുവശത്തെ കവിളുകൾ, നെറ്റി, ചുണ്ടിൻ്റെ മേൽഭാഗം എന്നിവിടങ്ങളിൽ ഒരേപോലത്തെ പാറ്റേൺ കാണുകയാണെങ്കിൽ മെലാസ്മയാണോ എന്ന് വിലയിരുത്തണം. അഞ്ചാമത്തെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്. വായ്ക്ക് ചുറ്റും മാത്രമല്ല, കഴുത്തിലും കക്ഷത്തിലും സ്കിന്നിന് കട്ടി കൂടുകയും ഇരുണ്ടതായി മാറുന്നുണ്ടെങ്കിൽ അതൊരു കോസ്മെറ്റിക് പിഗ്മെന്റേഷൻ മാത്രമായിരിക്കണമെന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാം. അടുത്ത വീഡിയോയിൽ സ്കിന്നിലെ നിറവ്യത്യാസം അഥവാ അൺഈവൻ സ്കിൻ ടോൺ കുറയാൻ എന്ത് ചെയ്യണമെന്നും അത് മാറാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു തരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യും. മുഖത്തും ശരീരത്തിലും നിറവ്യത്യാസം കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യും.